ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയൊരു യാത്രയാണ്. കാരണം നിലമ്പൂർ ടു മൈസൂർ ആ യാത്രയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പം കർണാടകയും തമിഴ്നാടും ബോർഡറുകളുണ്ട്. അപ്പം അവിടെ എന്തൊക്കെയാണ് വേണ്ടത്, ഇ പാസിനുണ്ട്, RT-PCR ടെസ്റ്റിൻ്റെ റിസൾട്ട് കാണിക്കണം, അങ്ങനെ ഒരുപാട് പ്രോസസ്സിങ് ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ കുറച്ച് വീഡിയോസും പിന്നെ ആ പോകുന്ന യാത്ര, നമ്മൾ കാണുന്ന കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചു. നമ്മളിപ്പോൾ ടൈം ഇപ്പോൾ സമയം ഏകദേശം 4 മണി 4:45 സമയം. അപ്പം ഞാനും ഉണ്ട്, നിതിനും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടാണ് പോകുന്നത്. ഞങ്ങളിപ്പം യാത്ര ഇപ്പം തിരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് 6 മണിയാകുമ്പോൾ കാടിൻ്റെ അവിടെ പാസ് ചെയ്യാൻ പറ്റും. അവിടെയാണ് ഈ ടൈമിൽ ഇറങ്ങിയത്. അങ്ങനെ നമ്മുടെ നിതിനെ കിട്ടിയിട്ടുണ്ട്. നിതിനെ കൂട്ടി ഞങ്ങൾ ഇറങ്ങി. അപ്പം ഞങ്ങളിന് പോകാൻ പോവാണ് അല്ലേ നിതിനെ? നിനക്ക് എന്താ പറയാനുള്ളത് നിതിനെ? നീ എന്തെങ്കിലും പറയും. എന്താ പറയാനുള്ളത്? ഇപ്പൊ ആദ്യം നമുക്ക് നാടുകാണി എത്തിയിട്ട് അവിടത്തെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയാണെന്നൊന്നും മനസ്സിലാക്കാം. ഒരു ഐഡിയ ഇല്ല. എന്താണ് കൊറോണയുടെ വിഷയം? നീലഗിരിക്കൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇതിലുള്ളവരെല്ലാവരും പോകുന്നത് എന്താ നമ്മുടെ താമരശ്ശേരി വഴിയാണ്, ചുറ്റിക്കറങ്ങിയാണ് പോകുന്നത്. ഞങ്ങൾ എല്ലാ പേപ്പറും കാര്യങ്ങളെല്ലാം ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഹൈവേയിലേക്ക് കടന്നു. നമ്മൾ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞായിരുന്നു, ഈ ഹൈവേയെ കുറിച്ചൊക്കെ. അപ്പം ഒന്നുകൂടെ പറയാണ്, ഇത് കാലിക്കറ്റ് CNG റോഡ് എന്നാണ് പറയുന്നത്. കാലിക്കറ്റ് നിലമ്പൂർ ഗൂഡല്ലൂർ റോഡാണ്. അപ്പം ഇവിടുന്ന് ഏകദേശം 160 കിലോമീറ്റർ ഉണ്ട് മൈസൂർക്ക്. അപ്പം ഇനി നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ കാണാം. നമുക്കേതായാലും എണ്ണ അടിച്ചിട്ട് പോവാം. ഇവിടുന്ന് കുറച്ചേ അടിക്കുന്നുള്ളൂ. ഗൂഡല്ലൂർ തമിഴ്നാട്ടിൽ എണ്ണയ്ക്ക് റേറ്റ് കുറവാണ് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം. കേരളത്തിൽ ഇന്ന് പെട്രോളിന് 102 രൂപ 90. അങ്ങനെ എന്തായാലും നമ്മൾ എണ്ണ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഏകദേശം 102, ഏകദേശം അല്ല, കറക്റ്റ് 102.97 നമ്മുടെ ഇവിടുത്തെ പെട്രോളിൻ്റെ റേറ്റ്. അപ്പോൾ തമിഴ്നാട്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ വഴിക്കടവ് എത്തിയിരിക്കുകയാണ് ഗൈസ്. വഴിക്കടവ് നമ്മുടെ ഇവിടാണ് ബോർഡർ. കേരളം കഴിഞ്ഞു. ഇനി ചുരമാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പം ചുരത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ചുരം കയറാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. നമ്മുടെ കേരളത്തിൻ്റെ ചുരമാണ്, അടിപൊളിയാണ്. ഇവിടെ ആദ്യമൊക്കെ വളരെ മോശമായിരുന്നു റോഡും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നല്ല വീതിയൊക്കെ കൂട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട് അല്ലേ ഇതിനെ? നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട്. കുറെ വർഷങ്ങളുടെ പണിയാണ്. അതെ, ഒരുപാട് നാളായി ഇതിന്റെ പണി. ഏകദേശം ഫൈനൽ സ്റ്റേജിൽ ഇരുന്നപ്പോഴാണ് മറ്റേ ഉരുളൊക്കെ പൊട്ടി. അതെ, ഉരുളൊക്കെ പൊട്ടി ആകെ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ റീവർക്ക് ചെയ്ത് അടിപൊളിയാക്കി എടുത്തു. അതുപോലെ ഇപ്പോൾ ഇറങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ കാട്ടിൽ കൃത്യം 6 മണിയാകുമ്പോൾ എത്തും. അവിടെ കയറുമ്പോൾ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ
ഇഷ്ടംപോലെ മൃഗങ്ങളെ കാണാം. നല്ല രസമാണ് ആ യാത്ര, രാവിലത്തെ യാത്ര. നമ്മുടെ ബന്ദിപ്പൂർ കാട്ടിലൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പം അതും കൂടെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഇത്ര രാവിലെ ഇറങ്ങിയത്. കേരളം വിടാൻ പോവാണ് അല്ലേ ഇതിനെ? കേരളം കഴിഞ്ഞു. മൈസൂർ 126, ഊട്ടി 69, പന്തലൂർ 17, നാടുകാണി 6. ഇനി തമിഴ്നാട്ടിലെ ചെക്ക് പോസ്റ്റ്, അതായത് ഫോറസ്റ്റും പോലീസൊക്കെ വരുന്നത് നമ്മുടെ നാടുകാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നാടുകാണിയിലാണ്. എല്ലാവർക്കും അറിയാം, ഇതിലെ പോകുന്ന എല്ലാം അറിയാം. എന്നാലും ഈ പുറത്തുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഇപ്പം നല്ലൊരു ഫീലാണ് ഇതിലെ കൂടെ പോകാൻ. നല്ല അടിപൊളി യാത്ര, കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. ഇവിടുത്തെ റോഡുകളൊക്കെ കുറച്ച് മോശമായിട്ടുണ്ട് അല്ലേ? ആദ്യം നല്ല റോഡുകളായിരുന്നു, ഇപ്പം മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല അല്ലേ? അങ്ങനെ നമ്മൾ നാടുകാണി എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഏകദേശം ഗൂഡല്ലൂർക്ക് 11 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇവിടാണ് നമുക്ക് മെയിൻ ചെക്കിങ് വരുന്നത്. എന്തൊക്കെയാണ് ചെക്കിങ്ങും എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഇതിന് എന്തൊക്കെയാണ് ചോദിച്ചത്, ഇതിനാണ് അവിടെ പോയി ഇറങ്ങി പോയത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. ആദ്യം തന്നെ ഇ പാസ് ചോദിച്ചു. ഇ പാസും പിന്നെ നമ്മുടെ COVID-19 സർട്ടിഫിക്കറ്റ്, RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റും കാണിക്കാൻ. നമ്മളെങ്ങനെ ഇ പാസ് എടുത്തത് എന്നൊന്ന് പറഞ്ഞെടുത്ത്. ഇ പാസ് നമ്മളെടുത്ത് നമ്മള് TN രജിസ്ട്രേഷൻ, ഗൂഗിളിൽ പോയിട്ട് TN രജിസ്ട്രേഷൻ അടിച്ചു കൊടുത്തിട്ട് നമ്മളതിൽ നമ്മുടെ റീസണും നമ്മുടെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു. ഇപ്പൊ കുറച്ച് പഴയ പോലെയല്ല, ഇപ്പൊ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ റീസെന്റ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. ഇവൻ ഇപ്പൊ നമ്മൾ മാരേജിനാ പോകുന്നെങ്കിൽ അതിനോട് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഇന്റർവ്യൂവിന് പോവാണെങ്കിൽ അതിനോട് സംബന്ധിച്ചുള്ള CV അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇ പാസ് ലഭിക്കുള്ളൂ. അതേപോലെ അതിന്റെ കൂടെ തന്നെ RT-PCR അത് തന്നെ. ആ ഇ പാസ് എടുക്കുമ്പോൾ തന്നെ RT-PCR അഡ്ജസ്റ്റ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെ? നാടുകാണി, നിലമ്പൂർ, ഗൂഡല്ലൂർ ഈ വഴി വരുന്നവര് ഒരു കാര്യം ശ്രദ്ധിക്കണം. RT-PCR നിർബന്ധമാണ്, അതുപോലെ തന്നെ ഇ പാസും നിർബന്ധമാണ്. അപ്പൊ ഇത് രണ്ടും ആന്റിജൻ ടെസ്റ്റ് ഇല്ല, ഈ RT-PCR തന്നെ വേണം, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ആകെ റോഡിന്റെ പ്രശ്നം. അത്
എന്താ നിർബന്ധമായിട്ടും നമ്മൾ ഈ സാധനം കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇ പാസ് എടുക്കുമ്പോൾ നമ്മൾ എന്തിനാ പോകുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് വിശദമായ ഡീറ്റെയിൽസ് കൊടുക്കുകയും വേണം. അപ്പം ഇത്ര സംഭവങ്ങൾ ഉണ്ടെങ്കിൽ സുഖമാണ്, നമുക്ക് ഇതിലെ കൂടെ ഒരു സീനും ഇല്ലാതെ നമുക്ക് വരാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ ആണ്, എങ്ങനെയാണ് നീലഗിരി വഴി പോകുന്നത്, അത് ഗൂഡല്ലൂർക്ക് പോകാൻ, മൈസൂർക്ക് പോകാൻ, ഈ വഴി പോകാൻ എങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾ ഇതിലെ പോയി അനുഭവിച്ചവരാണ്, അതാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. അപ്പം ഇ പാസും RT-PCR ഉണ്ടെങ്കിൽ നമ്മുടെ നാടുകാണി വഴി പാസ് ചെയ്യാൻ പറ്റും. അതിൽ RT-PCR ആണ് മുഖ്യം. RT-PCR ഇല്ലാതെ ഇ പാസ് നമുക്കും കിട്ടത്തില്ല. അതെ, RT-PCR നിർബന്ധമായിട്ടും എടുക്കണം, അത് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ 72 മണിക്കൂറിനുള്ളിൽ RT-PCR 72 മണിക്കൂറിന്റെ വാലിഡിറ്റി ഉണ്ട്. 72 മണിക്കൂറിന് മുന്നേ ടെസ്റ്റ് ചെയ്ത് RT-PCR കൊണ്ട് നമുക്ക് ഇതിലെ പാസ് ചെയ്ത് പോവാം. അപ്പോൾ ആ കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഇനി അടുത്തത് കർണാടക ബോർഡറിലാണ്. അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതേപോലെ നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ എൻക്വയറി മീൻസ് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. പേര്, എവിടുന്നാ വരുന്നത്, എങ്ങോട്ടാ പോകുന്നത്, എന്തിനു പോകുന്നത് ഉള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കണം. അത്രേ ഉള്ളൂ, സിമ്പിളാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ കാടിന്റെ അവിടെ എത്താനുള്ള പരിപാടിയാണ്. അപ്പം റോഡൊക്കെ കുറച്ച് ഭയങ്കര മോശമാണ്. ഇപ്പൊ റോഡുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോശമാണ്. വരുമ്പോ ശ്രദ്ധിക്കുക. അതേപോലെ ആനശല്യം നല്ല രീതിയിലുണ്ട്. നമ്മുടെ ചുരത്തില്, നമ്മുടെ നാടുകാണി ചുരം വഴിക്കടവ് അത്യാവശ്യം നല്ല രീതിയിൽ ആനശല്യം ഉണ്ട്. അപ്പം രാവിലെ വരുന്നവരും രാത്രി തിരിച്ചു പോകുന്നവരും വളരെയധികം ശ്രദ്ധിക്കുക. കാര്യം നമ്മൾ കാണില്ല, നമ്മൾ അടുത്ത് വരുമ്പോഴേ കാണുള്ളൂ. അപ്പൊ പേടിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, തിരിക്കാനും പറ്റില്ല, ആകെ ടെൻഷനായി പോകും. അപ്പം ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധയിൽ വരണം. കാര്യം നമ്മള് കേറി വരുമ്പം അങ്ങനെ ശ്രദ്ധിക്കത്തില്ല, സൈഡിൽ നിൽക്കുന്നത് പെട്ടെന്ന് വരും. വളവില്ലാതെ വളവായത് കൊണ്ട് പെട്ടെന്ന് കാണത്തില്ല. 2-3 പ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ പറ്റി. ഞങ്ങൾക്ക് പക്ഷെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പം ഇങ്ങനെയാണ് ഞങ്ങള് യാത്ര തുടർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗൂഡല്ലൂർ ടൗണും അതേപോലെ നമ്മുടെ ബോർഡറൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ഗൂഡല്ലൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. രാവിലെ പണ്ടൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഗൂഡല്ലൂർ ടൗണൊക്കെ, രാവിലെ ആണെങ്കിലും അല്ലേ. ഇപ്പോൾ വളരെ കുറഞ്ഞു. ഞാൻ ആദ്യം കരുതി ഹർത്താലാണോ. രാവിലെ ആണെങ്കിലും ചായക്കടകളും എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. അങ്ങനെ നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോവാം. ഇവിടെ കുറവുണ്ടെന്ന് കേട്ടല്ലോ. അപ്പൊ എന്തായാലും നമുക്കൊന്ന് നോക്കാം എത്ര രൂപ വ്യത്യാസം ഉണ്ടെന്നല്ലേ ഇതിന്. 2 രൂപയുടെ വ്യത്യാസം ഉണ്ടല്ലേ ഇതിന്? 2 രൂപയുടെ വ്യത്യാസമുണ്ട്. നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാം അല്ലേ, അതാ നല്ലത്. അന്ന് നമ്മൾ ടാങ്കിക്ക് തന്നെ വെച്ചത്. ഇതാണ് നമ്മുടെ ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡില് അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ കാടിലേക്ക് കടക്കുകയാണ്.
അടിപൊളി കൊമ്പില്. കർണാടകയിലെ റോഡ് നല്ല അടിപൊളിയാടാ, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം. നമ്മള് കഴിഞ്ഞ വർഷം പോയപ്പോ ഫുള്ള് പണി നടക്കുകയായിരുന്നു. അതെ പണി നടക്കുകയാണ്. ഫുള്ള് റോഡ് സെറ്റ് ചെയ്യുന്ന കേട്ടത്. നമുക്ക് ഒരുപാട് നാളായില്ലേ നമ്മളിപ്പോ നമ്മൾ പോയിട്ട് ഒരുപാട് നാളായി. അങ്ങനെ ഗൈസ് നമ്മൾ തൊറപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. വളരെ ശാന്തമായ അന്തരീക്ഷം, നല്ല സ്ഥലം, അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നല്ല കാലാവസ്ഥയല്ല, നല്ല തണുപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്ന റൂട്ടാണ്. റൈറ്റിലേക്ക് മൈസൂർക്കാണ്. ഇവിടെ നിന്ന് ഏകദേശം ഊട്ടിയിലോട്ട് 38 കിലോമീറ്റർ ആണ്. ഇതൊരു മ്യൂസിയമാണ്. ഇപ്പം കൊറോണയൊക്കെ ആയതുകൊണ്ട് ഓപ്പൺ അല്ല. അടിപൊളി ഒരു മ്യൂസിയമാണ്. ഇഷ്ടംപോലെ മാനുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ തമിഴ്നാട് ബോർഡർ പാസ് ചെയ്യാൻ പോവാണ്. കർണാടകയിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞിരിക്കുന്നു. കർണാടകയിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഇവിടെ അങ്ങനെ ചെക്കിങ് കാര്യങ്ങളില്ല. RT-PCR ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും, അത് കഴിഞ്ഞ് പോവുള്ളൂ. ഇവിടെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ കർണാടക ബോർഡറിലേക്ക് കടന്നിരിക്കുകയാണ്.
നമ്മൾ ബന്ദിപ്പൂർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാട് കഴിഞ്ഞു. തമിഴ്നാടും കർണാടകവും ബോർഡറും കാട് പാസ് ചെയ്തു. പിന്നെ നല്ല യാത്രയായിരുന്നു. കർണാടകത്തെ റോഡുകളെല്ലാം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല നല്ല വീതിയും കിട്ടിയിട്ടുണ്ട്. അതേപോലെ നല്ല ടാർ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്. അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് എന്നൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. വളരെ മനോഹരമായിട്ട് ഇപ്പം ഇവിടെ നമ്മുടെ റോഡ് സൈഡിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ നമ്മുടെ ഓണത്തിന് വേണ്ടിയുള്ള പൂക്കൾ ആയിട്ടുണ്ട്. അതാണിപ്പോൾ ചെയ്യുന്നത്. അതേപോലെ സൂര്യകാന്തി, വാഴ, ഈ സാധനങ്ങളാണ് നമ്മളിപ്പം കൂടുതൽ ഒരുപാട് കണ്ടത്. ഇപ്പം കേരളത്തിലിപ്പം ഓണമൊക്കെ അല്ലേ, ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് വാഴയും അതുപോലെ തന്നെ മല്ലികപ്പൂ അതൊക്കെയാണ്. അതുപോലെ ഇപ്പം സൂര്യകാന്തിയുടെ സീസണാണ്. ഇപ്പം സൂര്യകാന്തിയും വെച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് കാണാം.
അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഗുണ്ടൽപേട്ട് ടൗണിലേക്ക് കടക്കുകയാണ്. രാവിലെ സാധാരണ ഇവിടെയൊക്കെ രാവിലെ തിരക്കുകളൊക്കെ കാണാറുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം തിരക്കുകളൊക്കെ കുറഞ്ഞു, തീരില്ല. ഒന്നാമത് ഈ കോവിഡിൻ്റെയും പിന്നെ അതേപോലെ ഒരുപാട് പ്രശ്നങ്ങളല്ല, ഇങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വണ്ടികളൊക്കെ കുറവാണ്. നമ്മൾ നഞ്ചങ്കോട് എത്തിയിരിക്കുകയാണ്. നഞ്ചങ്കോട് ഇപ്പം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നഞ്ചങ്കോട്. ഇതിനാ നഞ്ചങ്കോടിന്റെ പ്രത്യേകത എന്തിനാ? നഞ്ചങ്കോടിന്റെ പ്രത്യേകതയും ഒരു പകുതിയിലേറെ കൃഷി തന്നെയാണ് പ്രധാനം. അല്ലേ? നഞ്ചങ്കോട് നമ്മുടെ ഈ അടുത്തൊരു ഭയങ്കര ഫേമസ് ആയിരുന്നു. എന്തായിരുന്നു അറിയോ? നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽ പാത. അത് ഭയങ്കര ഒരു ചർച്ചാ വിഷയമായതായിരുന്നു. അങ്ങനെ നമ്മൾ ടോൾ പ്ലാസയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ടോൾ ഗേറ്റിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മുടെ ഫാസ്ടാഗ് വർക്ക് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ പൈസ കൊടുത്ത് തന്നെ നമ്മൾ ഇതിലേക്കൂടെ പോകണം. അങ്ങനെ നമ്മൾ എവിടെത്തി? മൈസൂറിലേക്ക് കടന്നു. എയർപോർട്ടൊക്കെ കഴിഞ്ഞു. ടോളൊക്കെ എടുത്തു. 100 രൂപ അടച്ചു. ഞങ്ങളുടെ ഫാസ്ടാഗ് വർക്കാവുന്നില്ല. ഇനി എന്തായാലും നമ്മുടെ ചാമുണ്ടി ഹിൽസ് ഒക്കെ ഇങ്ങനെ കാണാം. അടിപൊളി. അങ്ങനെ പോവുകയാണ് ഞങ്ങൾ. അതേപോലെ ഒരു സങ്കടകരമായ വാർത്തയുണ്ട്. ഈ നിതിൻ എന്നോട് പറഞ്ഞു സൂര്യകാന്തി കാണിക്കാം എന്ന് പറഞ്ഞ് സൂര്യകാന്തി ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ ഒരു ഉഷാറില്ലാത്ത സൂര്യകാന്തിയാണ്. അപ്പൊ എന്ത് ചെയ്തു? കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല സൂര്യകാന്തി ഉണ്ടെന്ന് പോയി മൈസൂർ എത്തി. ഗൈസ് അങ്ങനെ ഞങ്ങക്ക് സൂര്യകാന്തി മിസ്സായിപ്പോയി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറിക്കുന്ന ടൈമാണ് ഇപ്പം. അതുകൊണ്ട് അതിൻ്റെ എതളുകളെല്ലാം പോയി. അതിൻ്റെ സീഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ വിട്ടുപോയതാണ്. അപ്പം ഞങ്ങളിപ്പോൾ മൈസൂർ എത്തി. മൈസൂർ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഈ സെക്ഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത ഇതിൻ്റെ പാർട്ടായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കുറച്ച് ലോങ് ആയിട്ട് തന്നെ ആയിരിക്കും വീഡിയോസ് ചെയ്യുന്നത്. അപ്പം ഇനി എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ